ഹലോ, അങ്ങനെ 2026 തുടങ്ങിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയറിന് മുന്നേ പോയെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ടൗണിലേക്ക് ഒന്ന് ലൈറ്റ് കാണാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം നമ്മുടെ കനകക്കുന്നിൽ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് എല്ലാ വർഷവും പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും 50 രൂപ എന്നൊക്കെ പറയുന്നത് കുറവ് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വല്ല 100 രൂപയൊക്കെ ആയിരുന്നെങ്കിലും നല്ല കാണാനും മാത്രം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഈ ഒരു ഡ്രാഗണും അതുപോലെ തന്നെ ആ ഫസ്റ്റ് കണ്ടൊരു കൂണിൻ്റെ രൂപത്തിലുള്ള ആ ഒരു സംഭവമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികമൊന്നും ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോയിട്ടുണ്ടായിരുന്നവർ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടേ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. എന്തൊക്കെ പറഞ്ഞാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത പോലെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ 50 രൂപയാണെങ്കിൽ ശരി, അത്ര കാണാനും മാത്രം ലൈറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം കുറവായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലവർ ഷോൻ്റെ അവിടെ മാത്രം കുറച്ച് നേരം പോയി. പിന്നെ ഞങ്ങൾ പാലസിൻ്റെ അടുത്തൊക്കെ ഒന്നും കയറി പോയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം തിരക്കും, പിന്നെ ഇവനാണെങ്കിൽ ഒരുമാതിരി വാശി സ്വഭാവമായിരുന്നു പോയ സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ മേലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സൈസ് പൂക്കളുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊന്നും എന്നെ കാണാൻ വേണ്ടി ഇവൻ വിട്ടില്ല. പറ്റുന്ന പോലെയൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി 2025 കഴിഞ്ഞു പോയല്ലേ. ഇനിയിപ്പോൾ 2026 എങ്ങനെയാണാവോ. എന്തായാലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കൊക്കെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം എന്താവും ഞാനിപ്പോഴേ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയായിരിക്കും നടക്കുക എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വർഷം യൂട്യൂബ് കൊണ്ടാണ് എനിക്ക് കാര്യം ഉണ്ടായിട്ടുള്ളത്, മോണിറ്റൈസ് ആയി. അതൊരു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ ഈ വർഷത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ താഴോട്ടിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത് ഈ ഒരു കുതിരേണ്ടതും. ഇവിടെയാണ് കുറച്ചായിട്ട് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഭാഗമുള്ളത് കേട്ടോ. പിന്നെ മേലെ ഒന്നും അധികം കാണാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്ലവർ ഷോൻ്റെ അവിടെ കുറച്ചുണ്ടായിരുന്നു. അല്ലാതെ ഈ വർഷം തീരെ ലൈറ്റ് എന്ന് പറഞ്ഞതില്ല, കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ, സീ യു.